അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പോളിമോർഫിസത്തെക്കുറിച്ചാണ്. നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിലെ നാലാമത്തെ പില്ലറായിട്ടുള്ള പോളിമോർഫിസത്തെക്കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രോഗ്രാമിനെയൊക്കെ അബ്സ്ട്രാക്ട് ചെയ്ത് പല പല ക്ലാസ്സുകളാക്കി തിരിച്ചു. നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ജോലിയും ഡിഫറെൻറ്റ് ആളുകൾക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് നൽകിയല്ലേ. അതേപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങളും ഇൻഹെറിറ്റ് ചെയ്യുകയും ചെയ്തതല്ലേ. ഇപ്പോൾ ഒരു ഷെഫ് ക്ലാസിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ പ്രോപ്പർട്ടീസും മെത്തേഡൊക്കെ നമ്മുടെ അസിസ്റ്റൻറ്റ് ഷെഫിലോട്ടും ഇൻഹെറിറ്റ് ചെയ്യുകയുണ്ടായല്ലേ. എന്നാൽ ഇങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും ഡ്യൂപ്ലിക്കേഷൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ടല്ലേ. ഇപ്പോൾ ഷെഫിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അസിസ്റ്റൻറ്റ് ഷെഫിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ. എന്നാൽ ചില കാര്യങ്ങളിൽ നമ്മുടെ അസിസ്റ്റൻറ്റ് ഷെഫ് കുറച്ച് മുൻപന്തിയിലായിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ സവാള അരിയുന്ന കാര്യം എടുക്കുക. ഷെഫിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അസിസ്റ്റൻറ്റ് ഷെഫ് വളരെ വേഗത്തിൽ സവാള അരിയുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ നോർമലി ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുന്ന സമയത്ത് ഷെഫിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസുകളും മെത്തേഡുകളും നമ്മുടെ അസിസ്റ്റൻറ്റ് ഷെഫിനും കിട്ടുന്ന രീതിയിലാണ് നമ്മൾ പ്രോഗ്രാമിംഗിൽ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. എന്നാൽ എന്തെങ്കിലും ഒരു മെത്തേഡ്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് സവാള അരിയുന്ന മെത്തേഡ് എന്ന് നിങ്ങൾ കൂട്ടുക, ആ ഒരു മെത്തേഡ് കുറച്ചും കൂടി അടിപൊളിയായിട്ട് നമ്മുടെ അസിസ്റ്റൻറ്റ് ഷെഫിന് ചെയ്യാൻ കഴിയുമെങ്കിലോ അതൊരു പുതിയൊരു കാര്യമാണല്ലോ, ഒരു ഇന്നോവേഷനാണ്. നമ്മുടെ അസിസ്റ്റൻറ്റ് ഷെഫിന് കിട്ടുന്ന ഒരു പുതിയൊരു എബിലിറ്റിയാണ്. ആ ഒരു കാര്യം പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പോളിമോർഫിസം ഇവിടെ അപ്ലൈ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ക്ലാസ്സിലെ ചില മെത്തേഡുകൾ മറ്റു ചില ക്ലാസ്സിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടേതായ രീതിയിൽ ആ ഒരു മെത്തേഡിനെ മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു കാര്യമാണ് പോളിമോർഫിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ എക്സാമ്പിളിലൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ എക്സാമ്പിളിലൂടെ ഓൾറെഡി ഉണ്ട്. ഈ ഒരു എക്സാമ്പിളിലൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിവിടെ പുതിയൊരു ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പറക്കുന്ന കാറിനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഈ പറക്കുന്ന കാർ എന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ ഡ്രോൺസ് ഒക്കെ ഉണ്ടല്ലോ. ഈ ഒരു ഡ്രോൺസിൽ ആക്ച്വലി ഇതിൻ്റെ ഒരു വീൽസ് അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ പ്രൊപ്പല്ലേഴ്സ് ആക്ച്വലി കറങ്ങുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെയല്ലേ ആ ഒരു ഡ്രോൺസ് ഒക്കെ പറക്കുന്നത്. ഇതേപോലെ ആ ഒരു പ്രൊപ്പല്ലറിൻ്റെ അവിടെയായിട്ട് ഒരു വീൽസ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ആ ഒരു വീല് കറങ്ങുന്നതിലൂടെയാണ് നമ്മുടെ ആ ഒരു കാർ പറന്നു പോകുന്നത് നിങ്ങൾ സങ്കല്പിക്കുക. സങ്കല്പം മാത്രമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പറക്കുന്ന കാറിനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മളിവിടെ ഓൾറെഡി നമ്മുടെ കാർ ക്ലാസ് ഉണ്ട്. ഈ ഒരു കാർ ക്ലാസ്സിലെ എല്ലാ പ്രോപ്പർട്ടീസും മെത്തേഡും നമ്മൾ ആക്ച്വലി ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വീണ്ടും റൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ചെയ്യുന്ന പോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ക്ലാസ്സിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് ഞാൻ ഫ്ലൈയിങ് കാർ എന്നുള്ളൊരു നെയിം കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞ കീവേഡ് ഞാനിവിടെ യൂസ് ചെയ്യാണ്. എക്സ്റ്റെൻസ് ഏത് ക്ലാസ് ആണോ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ആ ഒരു ക്ലാസ് നെയിം കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു കാർ ക്ലാസ് ആണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ആ ഒരു ക്ലാസ് നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ഈ ഒരു ക്ലാസിൻ്റെ ഉള്ളിൽ നമുക്കറിയാം ഈ ഒരു മെത്തേഡ്സും പ്രോപ്പർട്ടീസും ഈ ഒരു പ്രോപ്പർട്ടീസും മെത്തേഡ്സും എല്ലാം ഈ ഒരു ഫ്ലൈയിങ് കാറിന് കിട്ടിക്കഴിഞ്ഞു അല്ലേ. അത് നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ ഇതിൽ ഒരു മെത്തേഡ് ഉണ്ട്, ഡ്രൈവ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഡ്രൈവ് മെത്തേഡ് തന്നെയാണ് നമുക്ക് ഇവിടെയും ആക്ച്വലി യൂസ് ചെയ്യേണ്ടത്. അതിന് പകരമായിട്ട് നമ്മുടെ വീൽസ് അവിടെ റോൾ ആവുന്നതിന് പകരമായിട്ട് ഗ്ലൈഡ് എന്നാക്കാനായിട്ട് പോവാണ്. അതായത് ആകാശത്തോടെ ഇത് പറന്ന് ഗ്ലൈഡ് ചെയ്താണ് പോകുന്നത് അല്ലേ. അപ്പോൾ അതിനായിട്ട് ആ ഒരു മെത്തേഡിനെ ഞാൻ മോഡിഫൈ ചെയ്യാനായിട്ട് പോവാണ്. ഇവിടെ ഈ രണ്ട് പ്രോപ്പർട്ടീസ് മെത്തേഡ് നമുക്ക് ഇവിടെ ആവശ്യമാണ്. പക്ഷേ ഈ ഒരു ഡ്രൈവ് മെത്തേഡിൽ റോൾ ദ വീൽസിന് പകരമായിട്ട് ഞാൻ ഗ്ലൈഡ് ത്രൂ ദ എയർ എന്ന് പറഞ്ഞ് കൊടുക്കാനായിട്ട് പോവാണ്. ആ ഒരു മെത്തേഡ് ഞാനിവിടെ മോഡിഫൈ ചെയ്യാനായിട്ട് പോവാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇവിടെ അറ്റ് എന്നുള്ള ആ ഒരു കീവേഡ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഓവർ റൈഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, ഈ ഓവർ റൈഡിൻ്റെ തൊട്ടടിയിലായിട്ട് ഞാൻ ആ ഒരു ഡ്രൈവ് മെത്തേഡ് ഇവിടെ കൊടുക്കുകയാണ്. വോയിഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു, ഡ്രൈവ് മെത്തേഡ് കൊടുക്കുന്നു. ഈ ഒരു ഡ്രൈവ് മെത്തേഡിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് എന്ത് മാറ്റമാണോ ഈ ഒരു ഡ്രൈവ് മെത്തേഡിൽ വരുത്തേണ്ടത് ആ ഒരു കാര്യം ഞാനിവിടെ കൊടുക്കുകയാണ്. സോ ഞാനിവിടെ പ്രിൻ്റ് കൊടുക്കുന്നു. പ്രിൻ്റ് കൊടുത്തതിന് ശേഷം റോൾ ദ വീലിന് പകരമായിട്ട് ഞാനിവിടെ ഗ്ലൈഡ് ത്രൂ ദ എയർ എന്ന് പറഞ്ഞ് ഒരു മാറ്റം ഇവിടെ കൊണ്ടുവന്നേക്കാണ്. അതായത് ഈ ഒരു ക്ലാസ്സിലെ എല്ലാ പ്രോപ്പർട്ടീസും മെത്തേഡും നമ്മൾ ഇങ്ങോട്ട് ഇൻഹെറിറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ ഒരു ഡ്രൈവ് മെത്തേഡിന് പകരം ഈ ഒരു ഡ്രൈവ് മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് കൊടുത്തത്. അതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ നമ്മൾ വരുത്തുകയാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ ഇനി ഞാൻ ഒരു പുതിയ ഒരു ഫ്ലൈയിങ് കാറിൻ്റെ ഒബ്ജക്റ്റിനോട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് സിമ്പിളായിട്ട് നമ്മുടെ ക്ലാസ് നെയിം നമ്മൾ കൊടുക്കുക. അപ്പം ഞാനിവിടെ ഫ്ലൈയിങ് കാർ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക. സോ ഞാനിവിടെ മൈ ഫ്ലൈയിങ് കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് നെയിം ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഈക്വൽ സൈൻ ഇടുന്നു. അതിനുശേഷം ഫ്ലൈയിങ് കാർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഒരു ഒബ്ജക്റ്റിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഒബ്ജക്റ്റിനോട് ഡ്രൈവ് മെത്തേഡ് കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോ ഞാനിവിടെ മൈ ഫ്ലൈയിങ് കാർ
ഡോട്ട് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കൊടുക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ സോ ഞാൻ ഇവിടെ ഇതെല്ലാം ഒന്ന് നോട്ടിലോട്ട് ആക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു ഡ്രൈവ് മെത്തേഡാണ് കോൾ ചെയ്യുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ സോ ഞാനിവിടെ റൺ ചെയ്യാനായിട്ട് പോവാണ്. കണ്ടില്ലേ, ഗ്ലൈഡ് ത്രൂ ദ എയർ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ ആക്ച്വലി വന്നത്. നമ്മൾ ആക്ച്വലി ഇവിടെ ഇൻഹെറിറ്റ് ചെയ്തത് ഈ ഒരു കാർ ക്ലാസ് ആയിരുന്നു. കാർ ക്ലാസിൻ്റെ ഉള്ളിലെ ഡ്രൈവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ റോൾ ദ വീൽ എന്നായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഓവർ റൈഡ് ചെയ്ത് ആ ഒരു മെത്തേഡിൽ നമ്മളുടേതായ മാറ്റങ്ങൾ വരുത്തുകയാണ് ചെയ്തത്. സോ ഇപ്പോൾ ഇവിടെ നമ്മൾ മൈ ഫ്ലൈയിങ് കാർ ഡോ ഡ്രൈവ് എന്ന് പറഞ്ഞു കൊടുക്കുന്നപ്പോൾ ഗ്ലൈഡ് ത്രൂ ദ എയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പോളിമോർഫിസം ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഇത് മാത്രമല്ല ഇതിനകത്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്, ഈ ഒരു ഇൻഹെറിറ്റൻസ് നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ സൂപ്പർ ക്ലാസ്സിലെ മെത്തേഡ്സും കാര്യങ്ങളും നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാനായിട്ടും പറ്റും. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു ഓട്ടോമാറ്റിക് കാർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഓട്ടോമാറ്റിക് കാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് കൊണ്ടുപോകുന്ന ഒരു കാറാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കാർ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇതിന് ഞാൻ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ സെൽഫ് ഡ്രൈവിംഗ് കാർ എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കൊടുക്കുകയാണ്. സോ ഞാനിവിടെ സെൽഫ് ഡ്രൈവിംഗ് കാർ എന്ന് പറഞ്ഞ ഒരു പേര് കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ക്ലാസ് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് ആക്ച്വലി എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞ കീവേഡ് ഞാനിവിടെ കൊടുക്കുകയാണ്. നമ്മുടെ കാർ ക്ലാസ് ആക്ച്വലി എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാർ ക്ലാസ് തന്നെയാണ് ആക്ച്വലി ഇവിടെയും എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. സോ ഞാനിവിടെ ആ ഒരു ക്ലാസിൻ്റെ പേരും കൂടി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ട് പോവാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റിനകത്ത് ആക്ച്വലി നമുക്കൊരു ഇൻപുട്ടിനെ കൊടുക്കാനായിട്ട് പറ്റണം. ഏത് ഡെസ്റ്റിനേഷനിലോട്ടാണോ പോകേണ്ടത് ആ ഒരു ഡെസ്റ്റിനേഷൻ നമുക്ക് ആദ്യം തന്നെ കൊടുക്കാനായിട്ട് പറ്റണം. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മളൊരു പ്രോപ്പർട്ടി കൊടുക്കാനായിട്ട് പോവാണ്. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാനായിട്ട് ഒരു പ്രോപ്പർട്ടി നമ്മളിവിടെ കൊടുക്കാനായിട്ട് പോവാണ്. സോ ഞാനിവിടെ ഒരു പ്രോപ്പർട്ടി ആക്ച്വലി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു കൺസ്ട്രക്ടറെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ക്ലാസ് നെയിം നമ്മൾ കൊടുക്കുന്നു. സോ ക്ലാസ് നെയിം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഓർക്കുക നമ്മുടെ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ അതിനുശേഷം നമ്മളിവിടെ ആ ഒരു ക്ലാസ് നെയിം ഇവിടെ കൊടുക്കുകയാണ്. സെൽഫ് ഡ്രൈവിംഗ് കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് നെയിം നമ്മൾ കൊടുക്കുന്നു. സോ അതിനുശേഷം നമ്മൾ 2 പരാന്തസിസും 2 കേളി ബ്രേസസും കൊടുക്കുന്നു. സോ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ദിസ് ഡോട്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിവിടെ ഒരു സെമി കോളൻ കൂടി ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറിന് ആക്ച്വലി ഈ ഒരു കാർ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിലെ മെത്തേഡ്സിനെ ആക്ച്വലി ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ഡ്രൈവ് മെത്തേഡ് നമ്മുടെ സെൽഫ് ഡ്രൈവിംഗ് കാറിന് ആവശ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഡെസ്റ്റിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡെസ്റ്റിനേഷനിലൂടെ പോകാനായിട്ടും പറ്റണം. അതായത് 2 മെത്തേഡ്സ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതാണ് നമ്മൾ ആക്ച്വലി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മളിവിടെ ഓവർ റൈഡ് എന്ന് പറഞ്ഞ മെത്തേഡ് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പം നമ്മളിവിടെ ആദ്യം തന്നെ ഓവർ റൈഡ് എന്ന് കൊടുക്കാനായിട്ട് പോവാണ്. സോ ഓവർ റൈഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ സൂപ്പർ ക്ലാസ്സിലെ മെത്തേഡിനെ ഞാൻ ഇവിടേക്ക് കൊടുക്കാനായിട്ട് പോവാണ്. അതിനായിട്ട് വോയിഡ് ഡ്രൈവ് എന്ന് പറഞ്ഞ മെത്തേഡ് ഞാനിവിടെ കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ സൂപ്പർ ക്ലാസ്സിലെ ഈ ഒരു ഡ്രൈവ് മെത്തേഡ് നമുക്ക് ആക്ച്വലി വേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഡ്രൈവ് മെത്തേഡിൽ നമ്മളൊരു മോഡിഫിക്കേഷൻ വരുത്തി അതും കൂടി നമ്മൾ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സൂപ്പർ ഡോട്ട് ഡ്രൈവ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ബിക്കോസ് നമ്മുടെ സൂപ്പർ ക്ലാസ്സിലെ ആ ഒരു ഡ്രൈവ് മെത്തേഡിന്റെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കിട്ടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സെൽഫ് ഡ്രൈവിംഗ് കാർ ആക്ച്വലി ഡ്രൈവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ഡ്രൈവ് മെത്തേഡിനെ മോഡിഫൈ ചെയ്തിട്ട് പുതിയൊരു കാര്യം കൂടി ആക്ച്വലി ആഡ് ചെയ്യാനായിട്ട് പോവാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡ്രൈവ് മെത്തേഡിൽ വേറെ എന്തെങ്കിലും ചേഞ്ചസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ എന്ത് ചേഞ്ച് ആണോ കൊടുക്കേണ്ടത് അതോ ഞാനതിവിടെ കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ആ ഒരു വണ്ടി ഒരു ഡെസ്റ്റിനേഷനിൽ പോകാനായിട്ട് പറ്റണം. സോ ഞാനിവിടെ ഗോ ടു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാനായിട്ട് പോവാണ്. അതായത് ആക്ച്വലി നമ്മളിവിടെ ചെയ്തെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് നമ്മൾ ഈ ഒരു കാർ ക്ലാസ് ആക്ച്വലി അതായത് നമ്മുടെ സെൽഫ് ഡ്രൈവിംഗ് കാറിന് ഡ്രൈവ് എന്നൊരു മെത്തേഡ് നമ്മളിവിടെ കൊടുത്തു. അതായത് നമ്മുടെ കാർ ക്ലാസ്സിനകത്ത് ഒരു ഡ്രൈവ് മെത്തേഡ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഡ്രൈവ് മെത്തേഡും നമ്മുടെ കാർ ക്ലാസ്സിനുള്ളിൽ നമ്മൾ കൊടുത്തു. അതോടൊപ്പം തന്നെ നമ്മളുടേതായ ഒരു മാറ്റം, അതായത് ഈ ഒരു കാർ ക്ലാസ് അതായത് നമ്മുടെ കാർ ഡ്രൈവ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ ഓട്ടോമാറ്റിക്കലി പോകാനായിട്ടും പറ്റണം. അപ്പോൾ അതും നമ്മളിവിടെ മോഡിഫൈ ചെയ്തു. അതായത് നമ്മുടെ സൂപ്പർ ക്ലാസ്സിലെ ആ ഒരു ഡ്രൈവ് മെത്തേഡ് നമ്മൾ ഇതിനകത്തേക്ക് എടുത്തു. അതോടൊപ്പം തന്നെ നമ്മളുടേതായ ഒരു വെർഷനും നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. ഓട്ടോമാറ്റിക്കലി ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്ന ഒരു കാര്യം കൂടി നമ്മൾ ആഡ് ചെയ്തു. ഇനി നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഒബ്ജക്റ്റിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. സോ നമ്മുടെ ക്ലാസ് നെയിം നമ്മളിവിടെ കൊടുക്കുന്നു സെൽഫ് ഡ്രൈവിംഗ് കാർ എന്ന്. സോ സെൽഫ് ഡ്രൈവിംഗ് കാർ എന്ന് പറഞ്ഞ് നമ്മളിവിടെ കൊടുക്കാനായിട്ട് പോവാണ്. സെൽഫ് ഡ്രൈവിംഗ് കാർ. സോ വിച്ച് ഇസ്
ഗാർ, അത് നമുക്കൊരു പേര് കൊടുക്കാം. സോ ഞാനിവിടെ മൈ ടെസ്ല എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കുകയാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു എ ന്യൂ ഒബ്ജക്റ്റ്. സോ നമ്മളിവിടെ ഒരു പുതിയൊരു ഒബ്ജക്റ്റിനെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മുടെ ഒബ്ജക്റ്റിനോട് ഡ്രൈവ് ചെയ്യാൻ പറയുന്ന സമയത്ത് മൈ ടെസ്ല ഡോട്ട് ഡ്രൈവ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ആ ഒരു ഡ്രൈവ് മെത്തേഡ് കോൾ ചെയ്യുമ്പോൾ ആക്ച്വലി ഇത് മാത്രമാണ് കാണിക്കേണ്ടതല്ലേ, നമ്മളിവിടെ അത് യൂസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടേതായ ഒരു ഡ്രൈവ് മെത്തേഡും കൂടി ഇവിടെ എക്സിക്യൂട്ട് ആവുന്നതാണ്. സോ ഞാനിവിടെ ആ ഒരു റൺ പ്രസ് ചെയ്യാനായിട്ട് പോവാണ്. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. റോൾ ദ വീൽ എന്നും കാണിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഗോ ടു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി പോളിമോർഫിസം ചെയ്തതോടുകൂടി നമുക്ക് ഓൾറെഡി ഒരു മെത്തേഡിനെ നമ്മളുടേതായ രീതിയിൽ മോഡിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ നമുക്കൊരു സൂപ്പർ ക്ലാസ്സിലെ മെത്തേഡ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം, നമ്മളുടേതായ ഒരു വെർഷനും നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം എന്നുള്ളൊരു കാര്യം നമ്മൾ ഈ ഒരു പോളിമോർഫിസം പഠിച്ചതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.